ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നത് ഞാൻ ഒരു ഇപ്പൊ പറഞ്ഞതുപോലെ ഒരു ആർട്ടിസ്റ്റ് ആയിട്ടോ ഒരു നടിയായിട്ടോ ഒന്നുമല്ല. ഞാൻ ബേസിക്കലി ഞാനൊരു സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. ഐ എം എ BSc നേഴ്സ്. ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ നേഴ്സ്. ഞാൻ വർക്ക് ചെയ്യുന്നില്ല. സ്റ്റിൽ എന്താ പറയുക, ഞാൻ എപ്പോഴും ഫോളോ അപ്പ് ചെയ്യും. ഞാൻ എല്ലാ നമ്മുടെ മെഡിക്കൽ എല്ലാ സംരംഭങ്ങളും എല്ലാ സാധനങ്ങളും ഞാൻ ശ്രദ്ധിക്കുന്ന, വായിക്കുന്ന, അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് എന്നുള്ളത് എത്രത്തോളം സ്ത്രീകളിലേക്ക് ലോകത്ത് ഗ്ലോബലി എത്തിക്കാൻ പറ്റുമോ അതിൽ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ ഐ വിൽ ഹെൽപ്പ്. എന്താ പറയുക, ഓൾ അറൗണ്ട് ഗ്ലോബലി തന്നെ നമ്മളെല്ലാവരും ആ ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ എന്താ പറയാ, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് എനിക്കൊരു ബീങ് എ നേഴ്സ് എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും. ബിക്കോസ് ഡോക്ടേഴ്സൊക്കെ അവിടെ ഉണ്ട്. സ്റ്റിൽ എനിക്കറിയാവുന്ന എന്താ പറയുക ചില കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള നേഴ്സ് ആയിരുന്ന സമയത്തും ഞാൻ ഒരുപാട് പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ല ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സ്ത്രീകൾ കൂടുതലും ഈ അവയർനെസ്, ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് എന്ന് പറയുമ്പോൾ അതിനെ ഒരിക്കലും ഭയങ്കര പേടിയോടുകൂടി കാണുവാണ്. അതായത് മാമോഗ്രാം ചെയ്യുന്നത്, മാമോഗ്രാം എന്ന് കേൾക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ വരുന്നത് ഒരു ഫിയർ ആണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ അതിനെ ഒരു ഫിയർ ആയിട്ടല്ല നമ്മൾ കാണേണ്ടത്. അപ്പൊ അവയർനെസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഒരു എംപവർമെന്റ് ആയിട്ടാണ് നമ്മൾ സ്ത്രീകളിലേക്ക് അത് എത്തിക്കേണ്ടത് എന്നാണ് എനിക്ക് ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പേടിക്കുന്ന ഒരുപാട് സ്ത്രീകളെയാണ് കണ്ടിട്ടുള്ളത്. ഒരു മാമോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ തന്നെ അവർ വിറച്ചോണ്ടാണ് നിൽക്കുന്നത്. അവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ, ഒരു ലംബ് ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ആയിരിക്കുമോ എന്നൊക്കെയുള്ള പേടിയാണ്. പിന്നെ അതുപോലുള്ള ഒരുപാട് ലംബുകൾ, ഫൈബ്രോഅഡിനോമസ് ഉണ്ട്, അതുപോലെ ക്യാൻസറസ് അല്ലാത്ത ഒരുപാട് ബിനൈൻ ട്യൂമേഴ്സ് ഉണ്ട്. പക്ഷെ സ്റ്റിൽ ആൾക്കാരുടെ ചിന്ത എന്താണ്, ഒരു ചെറിയ ലംബ് കണ്ടാൽ അപ്പൊ തന്നെ അത് ക്യാൻസർ ആയിരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് എല്ലാ സ്ത്രീകളും അതിന് പോവാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, പേടിച്ചിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ അവയർനെസിന്റെ ഭാഗമായിട്ട് അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ചെറിയൊരു ലംബ് കണ്ടാൽ തന്നെ അത് അപ്പൊ തന്നെ നോട്ട് ചെയ്തിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് എത്തണമെന്നും മാമോഗ്രാം ചെയ്യണമെന്നും ഒക്കെ ആ ഒരു അറിവ് അത് കൊടുക്കണമെന്നാണ് എനിക്ക് ഒരു അവയർനെസ് എന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്ന, പേടി മാറ്റുക. അതുപോലെ സ്റ്റിഗ്മ, ആൾക്കാർക്ക് എന്താ പറയുക, ഒരു സ്റ്റിഗ്മയാണ്. അതായത് ഈ ഒരു ഫീൽ, അയ്യോ അത് ഞാൻ പറഞ്ഞ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ എടുക്കും, ആ ഒരു കേരളത്തിലുള്ള ഒരുപാട് പേർക്ക് അങ്ങനെ ഒരു സ്റ്റിഗ്മ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനെ പറ്റിയിട്ട് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ഐ എം റിയലി സോറി. കുറേ പേർക്കൊക്കെ ഇപ്പൊ ആണ് വീണ്ടും ആൾക്കാർ കുറച്ചൊക്കെ മാമോഗ്രാം ചെയ്യാനൊക്കെ മുൻപോട്ട് വരുന്നത്, എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. അപ്പൊ ആദ്യം തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി ഒരു എംപവർമെന്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു അവയർനെസ് മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എന്താ പറയുക, ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിനെ പോലെ തന്നെ നമുക്കറിയാം വളരെ കോമൺ ആയിട്ടുള്ള ഗ്ലോബലി സ്ത്രീകളിൽ വരുന്നതാണ് ഈ പറഞ്ഞ പോലെ സർവിക്കൽ ക്യാൻസറും. അപ്പം അതിനേക്കാൾ കൂടുതൽ നമുക്ക് പെട്ടെന്ന് സെൽഫ് എക്സാമിനേഷനിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഉറപ്പായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. അപ്പം സെൽഫ് എക്സാമിനേഷൻ എങ്ങനെ ചെയ്യണമെന്നും ഒക്കെയുള്ള ഒരു അവയർനെസ് ഡോക്ടർ തന്നെ അവിടെ ഉണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഐ തിങ്ക് ഡോക്ടർ വിൽ ടെൽ യു എവറിത്തിങ്. അപ്പൊ എനിക്ക് ബീങ് ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ബീങ് എ നേഴ്സ് എനിക്ക് പറയാനുള്ളത്, ടു ദ സർവൈവേഴ്സ്, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവണം. ടു ദ സർവൈവേഴ്സ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവണം. പിന്നെ ഇപ്പം കറന്റ്ലി ബ്രസ്റ്റ് ക്യാൻസർ ഫൈറ്റേഴ്സിനോട്, അല്ലെങ്കിൽ അത് ട്രീറ്റ്മെന്റ് എടുത്ത് അതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, ഈ ഒരു പെയിൻഫുൾ നിമിഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഫൈറ്റേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട് എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഉറപ്പാണ് എനിക്ക് തരാനുള്ളത്. അതുപോലെ എല്ലാ സ്ത്രീകളോടും ഞാൻ പറയുന്നു, 40 years കഴിഞ്ഞവർ മസ്റ്റായിട്ടും മാമോഗ്രാം ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റെഗുലർ ആയിട്ട് നിങ്ങൾ എക്സാമിൻ ചെയ്യണം. എപ്പോഴെങ്കിലും ചെറിയൊരു ലംബോ അങ്ങനെ എന്തെങ്കിലും ബ്രസ്റ്റിന്റെ ഷേപ്പിന് എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയാ സെക്രീഷനോ എന്തെങ്കിലും നിങ്ങൾക്ക് വരുന്നതായിട്ട് തോന്നിയാൽ ഒരു കാരണവശാലും നിങ്ങൾ മടിക്കരുത്. അപ്പൊ തന്നെ നിങ്ങൾ മെഡിക്കൽ അറ്റൻഷൻ തേടണമെന്നും ആണ് ഒരു നഴ്സായ ഞാൻ, ഇത്രയും ഒരു കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ വേറെ എന്താണ് ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു അവയർനെസ് മന്തിൽ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഈ ഒരു ഒക്ടോബർ മാസം മാത്രം ഒരു പിങ്ക് റിബൺ മന്തായിട്ട് നമ്മൾ നോക്കാതെ
ത്രൂ ഔട്ട് ലൈഫ് ലോങ് നമുക്ക് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും നന്ദി. താങ്ക് യു. വളരെ നന്ദി മാം. മാം നേഴ്സാന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്തായാലും വളരെ നല്ലൊരു മെസ്സേജാണ് മാഡം തന്നത്. പക്ഷെ മാഡത്തിന്റെ ഒരു റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡം ഒരു സെലിബ്രിറ്റി ആവുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ കൂടുതൽ പൊതുജനങ്ങൾ കേൾക്കും. അപ്പൊ മാഡം ഇപ്പൊ പറഞ്ഞത് തന്നെ അവയർനെസ് ഇസ് എംപവർമെന്റ് എന്നുള്ള ഒരു ആ കൺസെപ്റ്റ് മാഡം എല്ലാവരോടും സ്പ്രെഡ് ചെയ്യുക. കഴിവെങ്കിൽ മാഡം ഒരു റീൽ നമുക്ക് ഇതിനു വേണ്ടി തരിക ഈ ഒരു കൺസെപ്റ്റിൽ. അത് വളരെയധികം ആൾക്കാരുടെ എത്തുകയും ഒത്തിരി റീച്ച് ചെയ്യും. ഈ ആൾക്കാർ ഈ ബ്രസ്റ്റ് ക്യാൻസറിനോടുള്ള ഭീതി കുറയ്ക്കാനും സഹായിക്കും. അതിനായിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ IRIA സൃഷ്ടി ആൻഡ് അമ്മ ഗ്രൂപ്പ് ഒന്നിച്ച് വന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാം മെയിൻ ഉദ്ദേശം തന്നെ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പൊ മാഡം അത് തന്നെ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. ഇതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അമ്മയിലുള്ള എല്ലാ എന്താ പറയുക എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും, എൻ്റെ പ്രസിഡന്റ്, എൻ്റെ സെക്രട്ടറി, എല്ലാവർക്കും എൻ്റെ ഒരു ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി. അതുപോലെ സൃഷ്ടി, IRI എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം എനിക്കും അതിന്റെ പാട്ടാകാൻ പറ്റിയത് അമ്മയിൽ ഞാൻ മെമ്പർ ആയതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐ എം വെരി പ്രൗഡ് ടു സേ ദാറ്റ് ഐ എം എ നേഴ്സ്. കാരണം എനിക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാൻ സാധിക്കുന്നതും അല്ലെ എനിക്കിത് മനസ്സിലാവുന്നത് പെട്ടെന്ന്. എന്താ പറയുക, നമ്മളിപ്പോൾ റീഡ് ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് അല്ലെ ഒരു റിപ്പോർട്ട് കാണുമ്പോഴായിക്കോട്ടെ, ബയോപ്സിയുടെ ഒരു റിപ്പോർട്ട് കാണുമ്പോഴായിക്കോട്ടെ, ഒരു മാമോഗ്രാമിൻ്റെ റിപ്പോർട്ട് കാണുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ പാപ്സ്മിയറിൻ്റെ റിപ്പോർട്ട് കാണുമ്പോഴായിക്കോട്ടെ, എനിക്കിത് മനസ്സിലാവുന്നത് ഞാനൊരു നേഴ്സ് ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ അതിനെ വളരെ എന്താ പറയുക, വളരെ പ്രൗഡ്ലി ഞാൻ അതിനെ കാണുവാണ്. ഞാൻ ഒരു നടിയാണ് എന്ന് പറയുന്നേക്കാൾ കൂടുതൽ ഞാൻ എല്ലായിടത്തും പറയാൻ ആഗ്രഹിക്കുന്നു നേഴ്സാണെന്ന് തന്നെ. സോ എന്താ പറയുക, എൻ്റെ സൈഡിൽ നിന്നുള്ള എന്ത് സപ്പോർട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ അസോസിയേഷൻസിനും ഉണ്ടാവും. എന്ത് കാര്യത്തിനും എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് അവയർനെസ് പ്രോഗ്രാമിനും ഞാൻ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വാക്കോട് കൂടിയിട്ട് താങ്ക് യു എവരി വൺ.